ഇനി ഏട്ടത്തിയുടെ അനുഗ്രഹം വാങ്ങിക്കോളൂ. അമ്മാവൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ ഞാൻ കതിർ മണ്ഡപത്തിലേക്ക് കയറി. അവിടെ നിറഞ്ഞ ചിരിയോടെ നവീൻ എന്നെ നോക്കിയിരിക്കുന്നുണ്ട്. നവീനിന്റെ താലി എന്റെ കഴുത്തിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ പകയോടെ നോക്കിയത് അവരെയാണ്. നിറഞ്ഞ മനസ്സാൽ എന്നെ നോക്കി നിൽക്കുന്നതിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഏട്ടന്റെയും അടുത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്നതിന്റെ ഏട്ടത്തി അമ്മയെ. എനിക്കിങ്ങനെയൊരു ജീവിതം കിട്ടുമെന്ന് മനസ്സിൽ പോലും അവർ കരുതി കാണില്ല. അതിന്റെ ദേഷ്യവും പകയുമൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ നന്നായി അഭിനയിക്കുന്നുണ്ട്. അല്ലെങ്കിലും അഭിനയിക്കാൻ അവർ പണ്ടേ മിടുക്കിയാണ്. അവരുടെ അഭിനയത്തിൽ വീണുപോയവരാണല്ലോ ഏട്ടനും ഞാനും അച്ഛനും അമ്മയുമെല്ലാം. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് നവീൻ അവരെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞത്. ഇതുവരെ അവർ തമ്മിലൊരു പരിചയമുള്ളതായി പോലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഞെട്ടൽ ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണാം. കാറിൽ നവീനന്റെ അച്ഛനും അമ്മയും കൂടി ഉണ്ടായിരുന്നതിനാൽ ഒന്നും ചോദിക്കാനും പറ്റിയില്ല. വീട്ടിലെത്തി അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞതും റിസപ്ഷനായി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അപ്പോഴും എന്റെ മനസ്സ് നിറയെ അവരായിരുന്നു. എന്റെ ഏടത്തി ഗായത്രി. കുട്ടിക്കാലം മുതലേ നല്ല കൂട്ടായിരുന്നു ഞാനും ഏട്ടനും. ഒരു ദിവസം അമ്പലത്തിൽ വെച്ചാണ് ഏട്ടൻ ഗായത്രിയെ പരിചയപ്പെടുത്തി തന്നത്. ഏട്ടൻ പ്രണയിക്കുന്ന കുട്ടിയാണെന്നറിഞ്ഞപ്പോ ഞെട്ടിപ്പോയി. മിണ്ടാപൂച്ചയായ ഏട്ടനൊരു പ്രണയമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അന്നുമുതൽ ഗായത്രിയുമായി നല്ല കൂട്ടായി. വലിയൊരു കോടീശ്വരന്റെ ഏക മകളായിരുന്നിട്ട് പോലും അതിന്റെ അഹങ്കാരമോ ജാടയോ ഒന്നുമില്ലാത്ത പാവം ഒരു പെണ്ണ്. അച്ഛനും അമ്മയ്ക്കും ജീവനായിരുന്നു. ഗായത്രി ഏട്ടന്റെ ഭാര്യയായി വന്നതു മുതൽ ഞങ്ങളുടെ കുടുംബം കൂടുതൽ സന്തോഷത്തിലായിരുന്നു. എന്തും തുറന്നു പറയാൻ കഴിയുന്ന കൂട്ടുകാരി കൂടിയായിരുന്നു അവൾ. ആനന്ദിന്റെ കാര്യം ഞാൻ ആദ്യം പറയുന്നതും അവരോടായിരുന്നു. 3 വർഷത്തെ പ്രണയമായിരുന്നു ഞാനും ആനന്ദും. എല്ലാത്തിനും കൂടെ നിന്നത് അവരായിരുന്നു. അച്ഛനെ ഏട്ടനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചതും അവരായിരുന്നു. പക്ഷേ അവരുടെ യഥാർത്ഥ മുഖം കണ്ടത് ആനന്ദും വീട്ടുകാരും എന്നെ പെണ്ണു കാണാൻ വന്ന ദിവസമായിരുന്നു. ആനന്ദിന് 2 സഹോദരിമാർക്കും ഞങ്ങള് 75 പവന്റെ ആഭരണങ്ങളാ കൊടുത്തത്. ആര്യമോൾക്ക് 50 പവന്റെ ആഭരണങ്ങളെങ്കിലും നിങ്ങൾ തരണം.